ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന അല്ലെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു റുട്ടീനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. എൻ്റെ സക്സസ് എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം, പഴയ ഞാനും ഈ പുതിയ ഞാനും. അപ്പോൾ ഈ ഒരു ലൈഫിലേക്ക് ഒരു സക്സസ് മുഴുവനായിട്ട് എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഒരുപാട് മാറ്റങ്ങൾ എന്നിലേക്ക് കൊണ്ടുവന്ന ഒരു റുട്ടീനാണ് മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പം ഈ മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നത് ഒരു മിറാക്കിളാണ്. നമ്മൾ നല്ല പോലെ ഈ മോർണിംഗ് നമ്മൾ രാവിലെ എഴുന്നേറ്റപാട് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ പോലും അറിയാണ്ട് പല മിറാക്കിൾസും നടക്കുന്നതായിട്ട് മനസ്സിലാവും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, ഞാൻ എന്നെ ആദ്യം പരിചയപ്പെടുത്തി തരാം. ഞാൻ നഫീല ഹാഷിം, മൈൻഡ് കോച്ചാണ്, കൗൺസിലറാണ്. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പൊ എന്റെ ലൈഫിൽ മിറാക്കിൾ സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ മിറാക്കിൾ സംഭവിക്കാൻ കാരണക്കാരായ ഒരു റുട്ടീനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നില്ല. മോർണിംഗ് റുട്ടീൻ, മാജിക് മിറാക്കിൾ റുട്ടീൻ എന്നൊക്കെയാണ് ഇതിന് പറയാം. മിറാക്കിൾ റുട്ടീൻ, മാജിക് മിറാക്കിൾ റുട്ടീൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഇതില് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും മിറാക്കിൾ സംഭവിക്കും. നിങ്ങൾക്കും ലൈഫിൽ സക്സസ് ആവാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പം ആങ്സൈറ്റി ഉണ്ട്, ലേസിനെസ്, അതേപോലെ തന്നെ മടി, ക്ഷീണം, രാവിലെ എഴുന്നേറ്റ പാട് തന്നെ ലൈഫിനോടുള്ള ഒരു മടുപ്പ് തോന്നുക, എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്നുള്ളൊരു തോന്നല്, അതേപോലെ തന്നെ പല കാര്യത്തിനോടും നിങ്ങൾക്ക് വെറുപ്പ് തോന്നുക, ജോലി ചെയ്യാനുള്ള മടി, അങ്ങനെ പല പല കാര്യത്തില് നിങ്ങളുടെ ലൈഫ് സ്റ്റക്കായിട്ട് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ മടി തോന്നുന്ന സമയത്ത്, ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ലൈഫ് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ, ഈ മടിയോടൊപ്പം ഈ ലേസിനെസ്സോടൊപ്പം അല്ലെങ്കിൽ ആങ്സൈറ്റി, എപ്പോഴും തിരക്കാണ് നിങ്ങൾക്ക്, എപ്പോഴും ഭയങ്കര ഒരു ബേജാറ്, ഒരു ടെൻഷൻ, അതേപോലെ തന്നെ ഒരു ധൃതി, എല്ലാത്തിനും ഒരു ധൃതിയാണ്, മൈൻഡ് ഒന്ന് കാം ആകുന്നില്ല, അല്ലെങ്കിൽ മൈൻഡ് റിലാക്സ് ആവാനുള്ള ഒരു ടൈം നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. ഇതിന് നിങ്ങൾ മോർണിംഗ് റുട്ടീൻ എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും പറയുന്നത് എനിക്ക് സമയമില്ല. ഇപ്പൊ എന്റെ ക്ലയൻസിന്റെ ഞാൻ ഇതേപോലെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ്, ഇതൊന്നും ചെയ്യാൻ സമയമില്ല. സമയം എല്ലാവർക്കും വലിയൊരു പ്രശ്നമാണ് അല്ലേ? എങ്കിൽ ഇത് ചെയ്യാൻ വളരെ കുറഞ്ഞ സമയം മതി. ഒരുപാട് സമയം, അരമണിക്കൂർ, 3/4 മണിക്കൂർ ഒന്നും വേണ്ട. ജസ്റ്റ് ഒരു 10 മിനിറ്റ്, അതും അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മിനിറ്റ് എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മിറാക്കിൾ സംഭവിക്കണം, നിങ്ങളുടെ ലൈഫിൽ മിറാക്കിൾ സംഭവിക്കണം എങ്കിൽ ഈ ഒരു മിനിറ്റ് എങ്കിലും നിങ്ങൾ മാറ്റി വെക്കാൻ നോക്കുക. ഒരു മിനിറ്റ് ഒക്കെ എല്ലാവർക്കും മാറ്റി വെക്കാൻ പറ്റും, ഒരു 10 മിനിറ്റ് ഒക്കെ എല്ലാവർക്കും മാറ്റി വെക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അതിനു വേണ്ടിയിട്ട് തയ്യാറാവാത്തത് കൊണ്ടാണ്. അതല്ല, നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ടൈം മാനേജ്മെന്റ് വേണം, നിങ്ങളുടെ ലൈഫ് ഓർഗനൈസ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ഒരു ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. താഴെ ഞാൻ നമ്പർ കൊടുക്കാം. അപ്പം നമുക്ക് ഈ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് മാറ്റി വെക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മോർണിംഗ് റുട്ടീൻ, മിറാക്കിൾ മോർണിംഗ് റുട്ടീൻ ചെയ്യാൻ പറ്റും. എൻ്റെ ലൈഫിൽ സക്സസ് കൊണ്ടുവന്ന, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ മിറാക്കിൾ കൊണ്ടുവന്ന, എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മോർണിംഗ് റുട്ടീനാണ് ഞാൻ ഈ പറഞ്ഞുതരാൻ പോകുന്നത്. അതും കുറഞ്ഞ സമയം മതി, കുറഞ്ഞ സമയം കൊണ്ട് മിറാക്കിൾ സംഭവിക്കുന്ന ഒരു റുട്ടീനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ കാര്യമാണ് സൈലൻസ്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ പാട് നിങ്ങൾ ചെയ്യേണ്ടത് സൈലന്റ് ആയിരിക്കുക, നിങ്ങളുടെ മൈൻഡിനെ കാമാക്കുക. അതിന് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒന്നാണ് പ്രയർ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങളുടെ വീട്ടിലുള്ള ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾക്ക് വെറുതെ ഇരിക്കാവുന്നതാണ്. ഒരു 10 മിനിറ്റ്, അല്ലെങ്കിൽ വേണ്ട, ഒരു മിനിറ്റ് മതി. നിങ്ങൾ അങ്ങനെ ഇരുന്നാൽ മതി. ഒരു മിനിറ്റ് നിങ്ങൾക്ക് പ്രയറിന് ടൈം കൊടുത്താൽ മതി. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് എൻ്റെ മോർണിംഗ് റുട്ടീനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അതില് ഞാൻ ഏറ്റവും കൂടുതൽ മോർണിംഗിൽ ടൈം എടുക്കുന്നത് പ്രയറിനാണ്. ഈ പ്രയർ എന്ന് പറയുന്നത് നമ്മളെ മൈൻഡിനെ അത്രത്തോളം കാമാക്കുന്ന, റിലാക്സ് ചെയ്യിപ്പിക്കുന്ന ഒന്നാണ്. അപ്പം പ്രയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ പലരും വിചാരിക്കുന്നത് സങ്കടങ്ങൾ മാറാൻ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ വിഷമം മാറ്റിത്തരും. ഇനി സങ്കടങ്ങളും വിഷമങ്ങളും ഉള്ളവർക്ക് മാത്രമാണോ പ്രാർത്ഥന എന്ന് പറയുന്നത്? അല്ല, നമ്മളെ പ്രാർത്ഥന എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്, അല്ലെ?
എല്ലാവർക്കും സങ്കടങ്ങളും സന്തോഷങ്ങളും മാറി മാറി വരുന്ന ഒന്നാണ് ലൈഫ് എന്ന് തന്നെ പറയുന്നത് ല്ലേ. അപ്പം സങ്കടങ്ങൾ മാത്രം ഉള്ള സമയത്ത് നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കാതെ എല്ലാ ദിവസവും നമ്മൾ ദൈവത്തിന് മുമ്പില് അല്ലെങ്കിൽ നമ്മുടെ സൃഷ്ടിച്ച ആ ആ ഒരു അള്ളാഹുവിനോട് അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തോട് നിങ്ങൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് 5 മിനിറ്റ് പറ്റുന്നില്ലേ ഒരു മിനിറ്റ് എങ്കിലും നിങ്ങൾ മാറ്റി വെച്ചിട്ട് പ്രയറിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക ഡെയിലി. രാവിലെ 1 മിനിറ്റ് നിങ്ങൾ പ്രയറിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് സൈലന്റ് ആയിട്ട് ഈ ഒച്ചപ്പാടും ബഹളൊന്നും ഇല്ലാത്ത ഒരു ടൈമില് രാവിലെ എഴുന്നേറ്റ പാടെ ആ ഒരു ടൈം ഉണ്ടല്ലോ, നിങ്ങളും ദൈവവും മാത്രമായിട്ടുള്ള ഒരു ഒരു സമയം. ആ സമയം നിങ്ങളെ മൈൻഡിനെ കാം ആക്കാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇതല്ല ഇനി നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ബ്രീത്തിങ് മെഡിറ്റേഷൻ ചെയ്യാം. അങ്ങനെ ഒരുപാട് മെഡിറ്റേഷൻസ് ഉണ്ടാവും. ബ്രീത്തിങ് മെഡിറ്റേഷൻ ഉണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടിനെ മാറ്റാനുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന മെഡിറ്റേഷൻ ഇനി ഇതുവരെ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക, ബ്രീത്തിങ് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക. എന്താണ് ഈ ബ്രീത്തിങ് മെഡിറ്റേഷൻ? ബ്രീത്തിങ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ട്, നമ്മൾ പുറത്തേക്ക് വിടുന്നുണ്ട് അല്ലെ. ഇത് നമ്മള് മിനിറ്റില് ഓരോ സെക്കൻഡിലും നടക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ലെ. നമ്മുടെ ശരീരത്തില് ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും നടക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മള് ശ്വാസം ഒന്നും എടുക്കാതെ ശ്വാസം വിടാതെ പിടിച്ചു നിന്ന് നോക്കി നമുക്ക് നിൽക്കാൻ പറ്റോ? ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റോ? നമുക്കൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും അല്ലെ. ആ ഒരു ബ്രീത്തിങ് കൊണ്ട് നമ്മുടെ മൈൻഡിനെ നമുക്ക് കാമാക്കാൻ പറ്റിയാലോ, റിലാക്സ് ചെയ്യിപ്പിക്കാൻ പറ്റിയാലോ. അതാണ് ബ്രീത്തിങ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പതുക്കെ എടുക്കുക, ഉള്ളിലേക്ക് എടുക്കുക, കുറച്ച് സമയം ഹോൾഡ് ചെയ്ത് വെക്കുക, മെല്ലെ പുറത്തേക്ക് കളയാം. ഇങ്ങനെ നിങ്ങൾ ഒരു 5-6 പ്രാവശ്യം ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈമർ വെക്കാം. നിങ്ങൾക്ക് സമയമില്ല, തീരെ സമയമില്ല എന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് ഫസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1 മിനിറ്റ് ബ്രീത്തിങ് മെഡിറ്റേഷൻ ചെയ്യാൻ എടുക്കാം. ഒരു ടൈമർ വെച്ചിട്ട് എന്ത് ചെയ്യാം, 1 മിനിറ്റ് വരെ നിങ്ങൾക്ക് ബ്രീത്തിങ് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു റുട്ടീനാണ് അഫർമേഷൻസ്. ഈ അഫർമേഷൻസ് ഉണ്ടല്ലോ നമ്മുടെ ലൈഫിന് ഒരുപാട് ചേഞ്ചസ് വരുത്താൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലേ? നിങ്ങൾക്ക് ആങ്സൈറ്റി ഉണ്ടോ? സെൽഫ് ലവ് ഇല്ലേ? നിങ്ങൾക്ക് പണത്തിനോടുള്ള ബുദ്ധിമുട്ടുണ്ടോ? അല്ലെങ്കിൽ പണത്തോടുള്ള പേടിയുണ്ടോ? അല്ലെങ്കിൽ ചില കാര്യത്തിനോട് നിങ്ങൾക്ക് പേടിയുണ്ടോ? നിങ്ങളുടെ ലൈഫിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ഒരു അഫർമേഷൻസ് കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഈ അഫർമേഷൻസ് കൊണ്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ഉണ്ടാകുന്നത് കോൺഫിഡൻസ് ഉണ്ടാവും. ഇപ്പം പല ആൾക്കാർക്കും കോൺഫിഡൻസ് ഉണ്ടാവില്ല അല്ലെ. ഇപ്പം വീഡിയോ എടുക്കാനായിക്കോട്ടെ, ഒരാളുടെ മുന്നിൽ നിൽക്കുന്നതായിക്കോട്ടെ. ഇപ്പൊ എന്റെ കേസ് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഒരാളുടെ മുമ്പിൽ നിൽക്കാൻ ഭയങ്കര പേടിയുള്ള ഒരാളാണ്. ഇപ്പൊ അറിയുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഉള്ളില് ഒരു പേടി ഉണ്ടാവും. അതേപോലെ തന്നെ ആൾക്കൂട്ടത്തിൽ പോവാൻ ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെടാത്തതെന്ന് വെച്ചാൽ ഇതന്നെയാണ്. അവരെ കാണുന്ന സമയത്ത് അവരോട് എന്താണ് സംസാരിക്കുക, അവരെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയാ, അങ്ങനത്തെ എന്തൊക്കെയോ ഒരു പേടി. അപ്പൊ ആളുകളെ കാണുമ്പോൾ അല്ലെങ്കില് എന്നെ കാണുന്ന ഒരു ഭംഗിയില്ലേ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് തെറ്റിപ്പോവോ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങള് എനിക്ക് നേരിട്ടിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഞാൻ ഇപ്പൊ മാറ്റിയെടുത്തത് ഈ അഫർമേഷൻസിലൂടെയാണ്. അഫർമേഷൻസ് പലതരം അഫർമേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് കോൺഫിഡൻസ് വരാൻ അഫർമേഷൻസ് ഉണ്ട്. സെൽഫ് ലവ് ഇല്ലേ, സെൽഫ് ലവ് വർദ്ധിപ്പിക്കാനുള്ള അഫർമേഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ സിറ്റുവേഷൻ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, അതിനനുസരിച്ചിട്ടുള്ള അഫർമേഷൻസ് എടുക്കുക. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇമാജിൻ ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ലൈഫിൽ ഒരു കാര്യം നടക്കണം, അല്ലെങ്കിൽ ഈ ഒരു ഇന്നത്തെ ദിവസം ഇങ്ങനെ ആവണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ല. ഒരു ഡ്രീം ഉണ്ടാവും, ഒരു ലക്ഷ്യം ഉണ്ടാവും അല്ലെ, ഒരു സ്വപ്നം ഉണ്ടാവും, ഒരു ഗോൾസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ എന്താണോ നിങ്ങളുടെ ഗോൾസ്, എന്താണോ നിങ്ങളുടെ ഡ്രീം, അത് ഇമാജിൻ ചെയ്യുക. വെറുതെ ഇമാജിൻ ചെയ്താൽ പോരാ, നിങ്ങളുടെ ലൈഫിൽ അത് നടന്നു കഴിഞ്ഞു എന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഒരു കാറ് വാങ്ങണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഇന്ന കാറ് വാങ്ങണം എന്നായിരിക്കും ആഗ്രഹം ഉണ്ടാവുക. ആ കാറിന്റെ എല്ലാ പിക്ചേഴ്സും നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ ആ കാറിനെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇന്ന മോഡൽ കാറ് വേണം, ഇന്ന കളേഴ്സ് വേണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. അപ്പം ആ ഒരു കാറ് നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ആ ഒരു കാറ് നിങ്ങൾ വാങ്ങുന്നതും നിങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ പാർക്ക് ചെയ്യുന്നതും അതെടുത്തിട്ട്
സഞ്ചരിക്കുന്നതും ഡ്രൈവ് ചെയ്യുന്നതും ഒക്കെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അതായത് നടന്നു കഴിഞ്ഞതായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡ്രീം ഉണ്ട്. ആ ഡ്രീം നടന്നു കഴിഞ്ഞതായിട്ട് ഇമാജിൻ ചെയ്യുക. ഇത് നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ആ ഡ്രീമിലേക്ക് എത്തിപ്പെടാനും ആ ഡ്രീം എങ്ങനെയെങ്കിലും നേടിയെടുക്കാനും നമ്മൾ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇമാജിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഇതിന് വലിയ സമയമൊന്നും വേണ്ട. ഒരു 5-10 മിനിറ്റ്, 10 മിനിറ്റൊന്നും വേണ്ട ചിലതിന്. 2 മിനിറ്റ്, കൂടിയ 2 മിനിറ്റ് മതി ഇമാജിൻ ചെയ്യാൻ. നിങ്ങളുടെ ഡ്രീം എന്താണോ ആ ഒരു കാര്യം നടന്നതായിട്ട് ഇമാജിൻ ചെയ്യാൻ കുറഞ്ഞത് 2 മിനിറ്റ് മതി. അങ്ങനെ എന്ത് ചെയ്യുക, ഇമാജിൻ ചെയ്യുക. ഇങ്ങനെ 2 മിനിറ്റോളം നിങ്ങൾ ഇമാജിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതായത് ഇമാജിൻ ചെയ്യുന്ന സമയത്ത് കണ്ണടക്കുക. കണ്ണടച്ചതിന് ശേഷം വേണം നിങ്ങൾ ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ക്ലിയർ പിക്ചർ നിങ്ങളുടെ മൈൻഡിൽ വരണം. അത് നടന്നു കഴിഞ്ഞതായിട്ട് നിങ്ങൾ വിശ്വസിക്കുകയും ആത്മാർത്ഥമായിട്ട് വേണം നിങ്ങൾ ഇമാജിൻ ചെയ്യാനും. അല്ലാതെ ഇത് നടക്കൂല, നിങ്ങൾക്കറിയാം, ഞാൻ കാറ് വാങ്ങാനൊന്നും പോകുന്നില്ല, എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഞാൻ വാങ്ങുകയും ചെയ്യില്ല, എങ്കിലും വേണമെങ്കിൽ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം എന്ന് കരുതിയിട്ടാണ് ഇമാജിൻ ചെയ്യുന്നത് എങ്കിൽ അതിലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. ആത്മാർത്ഥമായിട്ട് തന്നെ വിശ്വസിക്കുക, എൻ്റെ ഈ ഡ്രീം നടക്കും, അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞതായിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വിശ്വസിക്കുക. ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ, നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ഡ്രീമിൽ വിശ്വസിക്കുക, നിങ്ങളുടെ സ്വപ്നങ്ങളിൽ വിശ്വസിക്കാം. എന്ത് നടക്കും, ഈ ഒരു ഡ്രീം എനിക്കുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഡ്രീം ഞാൻ നടത്തിയെടുക്കും, അല്ലെങ്കിൽ നടക്കും എന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾ വിശ്വസിക്കുക. എങ്കിൽ റിസൾട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. അടുത്തതാണ് വർക്കൗട്ട്. വർക്കൗട്ട് ചെയ്യുക. ഈ വർക്കൗട്ട് ചെയ്യാന് പലർക്കും, ഇത് എനിക്കായാൽ പോലും ഒരു സമയത്ത് ഭയങ്കര മടിയാണ് വർക്കൗട്ട് ചെയ്യാൻ. അതേപോലെ തന്നെ വർക്കൗട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ സമയമില്ല, അല്ലെങ്കിൽ എൻ്റെ ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. പണ്ടത്തെ ട്ടോ, ഞാൻ വർക്കൗട്ട് ചെയ്യാൻ തീരുമാനിക്കുന്ന ആ സമയത്ത് ആദ്യത്തെ 2 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച ഭയങ്കര വർക്കൗട്ട് ആയിരിക്കും. അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഭയങ്കര വർക്കൗട്ട് ആയിരിക്കും. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞാലോ കാലുവേദന, കൈവേദന, അതുകൊണ്ട് ഇപ്പൊ നിർത്താം, പിന്നെ ചെയ്യാം, ഇതൊക്കെ മാറിയിട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ സ്റ്റോപ്പ് ചെയ്യും. അത് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് 2-3 മാസം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യുക. റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ഒരാഴ്ച ഭയങ്കര വർക്കൗട്ട് ആയിരിക്കും, ചിലപ്പോ 2-3 ദിവസം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെയും മേലുവേദന, കാൽ വേദന, അതൊക്കെ ചെയ്യുന്നതുകൊണ്ട് പിന്നെയും മടുപ്പ് വരും. പിന്നെ ഇതൊക്കെ മാറട്ടെ എന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മളോട് തന്നെ പറയാൻ തുടങ്ങും, പിന്നെ ചെയ്യാം, പിന്നെ ചെയ്യാം, ഇത് അത്ര ടഫാണ്, ഇത് അങ്ങനെ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് തന്നെ ഒരു നെഗറ്റീവ് അഫർമേഷൻസ് നമ്മൾ കൊടുക്കാണ്. പിന്നെ ചെയ്യാം, പറ്റൂല, നിന്നെക്കൊണ്ട് പറ്റൂല എന്നുള്ളത്. അപ്പൊ ഞാൻ ഇതേപോലെ തന്നെ ഇങ്ങനെ ഒരു സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് നാളായിട്ട്, ഇപ്പോ എൻ്റെ ലൈഫിൽ കുറച്ച് നാളായിട്ട്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് വ്ലോഗൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം, കുറച്ച് നാളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ നടക്കുന്നുണ്ട്. ഒരു ദിവസം പോലും മുടങ്ങുന്നില്ല. എന്തെങ്കിലും കാരണത്താൽ മുടങ്ങുന്നതല്ലാതെ മടി കാരണം, ഈ കാല് വേദന, അങ്ങനെ അതൊന്ന് നിർത്താൻ വേണ്ടിയിട്ട്, ഈ നടത്തം നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും കാരണം ഉണ്ടാക്കുന്നില്ല. അല്ലാതെ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് നടക്കാൻ പറ്റാന്നില്ലെങ്കിലും വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് നടക്കാൻ ശ്രമിക്കുന്നുണ്ട്, നടക്കാൻ നോക്കുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. ഇപ്പം അതിന്റെ ഒരു റീസൺ, അല്ലെങ്കിൽ അതിന്റെ ഒരു സീക്രട്ട് എന്ന് പറയാന്, നിങ്ങൾ ആദ്യം വർക്കൗട്ട് ചെയ്യുന്നതിന് ഫസ്റ്റ് നിങ്ങൾ തീരുമാനം എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അരമണിക്കൂർ 1 മണിക്കൂർ ടൈം വെക്കാതിരിക്കുക. എല്ലാവർക്കും പറ്റുന്ന ഒരു തെറ്റാണ്. നമ്മൾ ഇതുവരെ ശീലിക്കാത്തൊരു കാര്യം, ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ നാളെ മുതൽ ഞാൻ ചെയ്യും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുക. അത് നെക്സ്റ്റ് ഡേ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക. ആ സമയത്ത് ഭയങ്കര ഉത്സാഹമായിരിക്കും. പക്ഷെ 2-3 ദിവസം കഴിഞ്ഞാൽ ആ ഉത്സാഹമൊക്കെ ഇങ്ങനെ ചോർന്ന് പോകുന്നുണ്ടാവും. അതിന്റെ മെയിൻ റീസൺ, നമ്മളെ ബോഡിക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് കൊടുക്കുക. നമ്മള് നമ്മൾ പുതിയതായിട്ട് ഒരു കാര്യം ചെയ്യാണ്, അപ്പം ബോഡിക്കും കൂടി അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈം നമ്മൾ കൊടുക്കുക. അല്ലാതെ ഒരു നിമിഷത്തിൽ നമ്മൾ വിചാരിക്കാണ്, നാളെ മുതൽ അല്ലെങ്കിൽ വൈകുന്നേരം മുതൽ ഞാൻ വർക്കൗട്ട് ചെയ്യും, അത് 1 മണിക്കൂർ 2 മണിക്കൂർ ഞാൻ വർക്കൗട്ട് ചെയ്യും എന്ന് തീരുമാനിക്കുമ്പോൾ നമ്മളെ ബോഡിക്കും കൂടി അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണ്ടേ. ഇതുവരെ നമ്മൾ ഒരു വർക്കൗട്ടും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നടക്ക പോലും നമ്മൾ ചെയ്യാത്ത ഒരാള് 1 മണിക്കൂർ 2 മണിക്കൂർ പെട്ടെന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, മടി ഉറപ്പായിട്ടുണ്ടാവും. നമ്മളെ നിർത്താൻ വേണ്ടിയിട്ട് കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ
പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യം ഒരു 5 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. അല്ലെങ്കിൽ നടക്കാനാണ് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരാഴ്ച ഞാൻ 2 മിനിറ്റ് നടക്കും എന്നുള്ള തീരുമാനം എടുക്കുക. അല്ലാതെ അതും ടൈം നിങ്ങൾ നമ്മൾ 2 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച ഈ ഒരു 2 മിനിറ്റ് ഞാൻ നടക്കും എന്നത് തീരുമാനിക്കുന്നതിന് മുമ്പ് ഒരു ടൈം കൂടി നിങ്ങൾ ഫിക്സ് ചെയ്യുക. അതായത് ഈ 2 ആഴ്ച എല്ലാ ദിവസവും രാവിലെ ഇത്ര മണിക്ക് ഞാൻ എന്ത് ചെയ്യും, നടക്കും, ഒരു 2 മിനിറ്റ് ഞാൻ നടക്കും എന്നുള്ള തീരുമാനം നിങ്ങൾ മനസ്സിനോട് പറയാം. നിങ്ങൾ വെറുതെ എന്താ പെട്ടെന്ന് ആരുടെയെങ്കിലും വ്ലോഗ് കണ്ടിട്ട് അല്ലെങ്കിൽ ആരുടെയെങ്കിലും വീഡിയോസ് കണ്ടിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യുന്ന കണ്ടിട്ട് തീരുമാനം പെട്ടെന്ന് എടുക്കാം, അങ്ങനല്ല. നിങ്ങളുടെ മൈൻഡിനോട് പറയാം, നാളെ അല്ലെങ്കിൽ ഇന്ന ടൈം മുതൽ ഇത്ര ദിവസം മുതൽ ഇത്ര ദിവസം വരെ ഇന്ന ടൈമിന് ഇത്ര മിനിറ്റ് ഞാൻ നടക്കും, അല്ലെങ്കിൽ ഇത്ര മിനിറ്റ് ഞാൻ വർക്കൗട്ട് ചെയ്യും, അല്ലെങ്കിൽ യോഗ ചെയ്യുന്നോ സ്കിപ്പിംഗ് അതോ നിങ്ങൾ ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത്. ആദ്യം നിങ്ങൾ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക. ഭയങ്കര ടഫായിട്ടുള്ള വർക്കൗട്ട് ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യാതിരിക്കുക. ഭയങ്കര ഈസി ആയിട്ടുള്ള വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് അത്ര നിങ്ങളുടെ ബോഡിക്ക് അത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എളുപ്പമുള്ള എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുക. നടക്കാവുമ്പോൾ കുറച്ചും കൂടി നിങ്ങളെ ബോഡിക്ക് അത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ചെയ്തതെന്ന് വെച്ചാല് ഫസ്റ്റ് ഞാൻ ചെയ്തത് ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഞാൻ നടക്കും, രാവിലെയും വൈകുന്നേരം 5 മിനിറ്റ്. ഞാൻ ടൈമർ വെക്കാറുണ്ട്. ടൈമർ വെച്ചിട്ട് 5 മിനിറ്റ് നടക്കും. ചില ദിവസങ്ങളിൽ കൂടുതൽ നടക്കാൻ തോന്നുമെങ്കിലും ഞാൻ നടക്കൂല. 5 മിനിറ്റിൽ ടൈമർ ഓഫ് ആകുന്ന സമയത്ത് ഞാൻ നിർത്തും. പിന്നെ അതേപോലെ വൈകുന്നേരം ഇതേപോലെ 5 മിനിറ്റ് നടക്കും. പിന്നെ നെക്സ്റ്റ് ഡേ 5 മിനിറ്റ് നടക്കും. ഇങ്ങനെ 2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ 5 മിനിറ്റ് നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അതായത് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് ഈ 5 മിനിറ്റ് എന്നുള്ളത് 10 മിനിറ്റ് ആക്കും. പിന്നെ ഈ 10 മിനിറ്റ് അത് 15 മിനിറ്റ് ആക്കും. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ നടത്തത്തില് ഒരു ചെറുതായിട്ട് നമ്മൾ റൺ ചെയ്യുക, ഓടുന്ന ഒരു വർക്കൗട്ട് ചെയ്യുക. അതായത് നമ്മൾ നടത്തത്തിന്റെ സ്പീഡ് കുറച്ച് കൂട്ടിയിട്ട് ഓടുന്നത് പോലെ അങ്ങനെ മെല്ലെ മെല്ലെ വേണം നിങ്ങൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ. ഏതൊരു കാര്യം വർക്കൗട്ട് എന്നല്ല, ഏതൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ മെല്ലെ മെല്ലെ നമ്മുടെ ബോഡിക്കും നമ്മുടെ മൈൻഡിനും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അല്ലാതെ വെറുതെ തീരുമാനം എടുത്ത് അല്ലെങ്കിൽ പിന്നെ അതേപോലെ തന്നെ എന്തിനാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത് എന്നും കൂടി എന്ത് ചെയ്യണം, നിങ്ങളുടെ മൈൻഡിന് പറഞ്ഞു കൊടുക്കാം. വെറുതെ ഞാൻ ആ വീഡിയോസ് കണ്ടപ്പോ വർക്കൗട്ട് ചെയ്യണമെന്ന് തോന്നല്, അപ്പൊ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങും. കുറച്ച് നാളത്ത് എന്തിനാ വർക്കൗട്ട് ചെയ്യുന്നത്, നമുക്കൊരു മാറ്റമില്ല, അപ്പൊ നിർത്താം എന്നുള്ളൊരു തീരുമാനമായിരിക്കും നിങ്ങൾ എടുക്കുക. അപ്പം എന്തിനാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത്? ഇപ്പം ചില ആൾക്കാർക്ക് മെലിയാനായിരിക്കും, ചില ആൾക്കാർക്ക് ബോഡി ഫിറ്റ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തടി കുറക്കുക, അല്ലെങ്കിൽ വണ്ണം കുറക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചസ് കുറക്കുക, അതൊന്നല്ല. അതും ഉണ്ട്, ബെനിഫിറ്റ് ഉണ്ട്. പക്ഷെ ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ മെലിഞ്ഞ ആൾക്കാർക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ അവർക്ക് പേടിയാണ് പിന്നെയും മെലിഞ്ഞു പോകുമോ എന്നുള്ളത്. വർക്കൗട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും തടി കുറക്കുക എന്നുള്ളത് മാത്രല്ല, നമ്മുടെ മൈൻഡിനും കൂടി ഒരു ഹെൽത്തി ലൈഫ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ഹെൽത്തി റുട്ടീൻസ് ഉണ്ടാക്കുക, നമ്മുടെ മൈൻഡിനെ കുറച്ചും കൂടി കാം ആക്കുക, അല്ലെങ്കിൽ മൈൻഡിന്റെ എനർജി നമ്മുടെ മൈൻഡിലേക്കും നമ്മുടെ ബോഡിക്കും എനർജി വർദ്ധിപ്പിക്കുക. ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് എനർജി വർദ്ധിക്കുന്നുണ്ട്. പക്ഷെ പലർക്കും വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനർജി ഇല്ലാണ്ടാവാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അതിന്റെ മെയിൻ റീസൺ ഇതാണ്. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു റുട്ടീനിലേക്ക് കടക്കുകയും ആ കടക്കുന്നത് 2-3 മണിക്കൂറിലേക്ക് നിങ്ങൾ പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കാണ്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഒരു നമ്മുടെ ബോഡിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു റുട്ടീനാണ് നിങ്ങൾ എടുക്കുക. അപ്പോ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് പലർക്കും ഇതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നതും പതുക്കെ വെച്ച് നിർത്തുന്നതും പിന്നെ നിങ്ങൾക്ക് പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടാത്തതൊക്കെ മെയിൻ കാരണം ഇതാണ്. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോഴായിക്കോട്ടെ, ഏതൊരു റുട്ടീൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിക്കോട്ടെ, ആദ്യം 2 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ വെച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. ഇങ്ങനെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിന്റെ ഒരു റുട്ടീനായിട്ട് ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം, ഇപ്പൊ വർക്കൗട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് വേറെ എന്തെങ്കിലും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അഫർമേഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രയർ റുട്ടീൻ ആയിക്കോട്ടെ, എല്ലാം നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ബോഡിക്കും നിങ്ങളുടെ മൈൻഡിനും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളത് ഷെഡ്യൂൾ ചെയ്യുകയാണെങ്കിൽ
അത് കുറച്ചും കൂടി നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അത് കണ്ടിന്യൂസ് ആയിട്ട് ലൈഫ് ലോങ് അത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ. പിന്നെ അടുത്തതെന്ന് പറയാൻ നമ്മുടെ റുട്ടീന്, നമ്മുടെ ലൈഫിൽ മിറാക്കിൾ സംഭവിക്കുന്ന അടുത്ത റുട്ടീൻ എന്ന് പറയുന്നത് റീഡിങ്, പുസ്തകം വായിക്കുക. പുസ്തകം വായിക്കുക എന്നുള്ളത് കഥാപുസ്തകം, നോവൽസ്, കവിത അങ്ങനത്തുള്ള ബുക്കുകൾ വായിക്കുക എന്നുള്ളതല്ല. സെൽഫ് ബുക്ക്, മോട്ടിവേഷൻ ബുക്ക് അങ്ങനത്തുള്ള പുസ്തകം വായിക്കാൻ നോക്കാം. ഈ നോവല്, കഥ അങ്ങനത്തുള്ള ബുക്ക് തീരെ വായിക്കാൻ പാടില്ല എന്നല്ല. നിങ്ങൾ വായിക്കുന്നത് പിന്നെ വൈകുന്നേരമോ ഉച്ചക്കോ നിങ്ങൾ ഫ്രീ ടൈം ഉള്ള സമയത്ത് അങ്ങനത്തുള്ള ബുക്കുകൾ വായിക്കാൻ നോക്കാം. രാവിലെ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ സെൽഫ് ബുക്ക്, മോട്ടിവേഷൻ ബുക്ക് നിങ്ങൾ മാക്സിമം വായിക്കാൻ നോക്കാം. വായിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 2 മിനിറ്റ് ടൈമർ വെച്ചിട്ട് 2 മിനിറ്റ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം വായിച്ചാൽ മതി. വായിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിനെ, നിങ്ങളുടെ സെൽഫിനെ ഹെൽപ്പ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വരി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആ ബുക്കിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 2 മിനിറ്റ് നിങ്ങൾ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുറച്ച് നാൾ കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ മിറാക്കിൾ സംഭവിക്കുന്നതും നിങ്ങൾക്ക് മനസ്സിലാവും. വെറുതെ വായിച്ചാൽ പോരാ, വായിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ, നിങ്ങളുടെ സെൽഫിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ചില ഇൻഫർമേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റി എഴുതുക. അത് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ സെൽഫിൽ ഒരു മിറാക്കിൾ സംഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അടുത്തതാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. ബുള്ളറ്റ് ജേർണൽ ഉണ്ട്, പലതരം ജേർണൽ ഉണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ജേർണൽ ചെയ്യാൻ ഇഷ്ടമുള്ളത് ആ ജേർണൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ ലൈഫ് ജേർണൽ, ഡ്രീം ജേർണൽ, ഗോൾസ് ജേർണൽ, പിന്നെ അതേപോലെ തന്നെ ഖുറാൻ ജേർണൽ, ഇസ്ലാമിക് ജേർണൽ, അങ്ങനെ പല പല ഈ ജേർണൽസ് ഉണ്ട്. ഇതിൽ ഏത് ജേർണൽ വേണം എഴുതേണ്ടത് എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഈ ജേർണൽ എഴുതുന്നത് കൊണ്ടുള്ള നിങ്ങൾക്ക് ബെനിഫിറ്റ് എന്ന് പറയാൻ, നിങ്ങളുടെ ലൈഫിനെ അപ്ഡേറ്റ് ചെയ്യാൻ ഈ ജേർണൽ നിങ്ങളെ സഹായിക്കും. അതായത് നിങ്ങൾക്ക് ഏതാണ് എൻ്റെ ലൈഫിൽ എന്നെ മോശമാക്കുന്നത് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാനും അത് അപ്ഡേറ്റ് ചെയ്യാൻ, അതായത് നല്ല കാര്യങ്ങൾ മാറ്റി ഒരു പുതിയൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാനും അത് സക്സസിലേക്ക് എത്തിക്കാനും ഈ ജേർണൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഒരുപാട് ഹെൽപ്പ് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള ഒന്നാണ് ജേർണലിങ്. അത് ചില ആൾക്കാർ ജേർണലിങ് ചെയ്യുന്നുണ്ട്, വെറുതെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഒരു ജേർണൽ ചെയ്യുക, അതല്ല ഉദ്ദേശിച്ചത്. നിങ്ങളുടെ ലൈഫിൽ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ സെൽഫിനെ, നിങ്ങളുടെ ലൈഫിനെ ഏതെങ്കിലും തരത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന ജേർണൽസ് നിങ്ങൾ ചെയ്യുക. അതിലൊന്നാണ് ബുള്ളറ്റ് ജേർണൽ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഡ്രീം ജേർണൽ, പിന്നെ സ്റ്റഡി ജേർണൽ, പിന്നെ അതേപോലെ ഖുറാൻ ജേർണൽ, ഇസ്ലാമിക് ജേർണൽ, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ സെൽഫിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ജേർണൽസ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അത് നിങ്ങൾ മാക്സിമം ചെയ്യാൻ വേണ്ടി നോക്കാം. ഇൻഷാല്ലാ ജേർണലിന്റെയും അഫർമേഷൻസ്, മെഡിറ്റേഷൻ, അതേപോലെ തന്നെ ഇമാജിനേഷൻ, പിന്നെ ഇതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഈ വരുന്ന ദിവസങ്ങളിൽ ഇടാം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞതിൽ പോയിന്റ്സ് ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിന്റ്സ് ആക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ലൈഫിന്റെ ഒരു പാർട്ടാക്കാൻ വേണ്ടി നോക്കുക. നാളെ മുതൽ തന്നെ എന്ത് ചെയ്യുക, നാളെ രാവിലെ മുതൽ തന്നെ നിങ്ങൾ ഈ ഒരു മോർണിംഗ് റൂട്ടീൻ, ഒരു മിറാക്കിൾ മോർണിംഗ് റൂട്ടീൻ നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഭാഗമാക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാം പെട്ടെന്ന് ചെയ്യാതെ ഒന്ന് നമ്മുടെ സെൽഫിനും നമ്മുടെ ബോഡിക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു മിനിറ്റ് ഇപ്പം റീഡ് ചെയ്യുന്നത് എന്ത് ചെയ്യാം, 1 മിനിറ്റ് റീഡ് ചെയ്യുക, 1 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക, 1 മിനിറ്റ് പ്രയർ ചെയ്യുക, 1 മിനിറ്റ് ജേർണൽ ചെയ്യുക. അങ്ങനെ ഓരോ മിനിറ്റ് വീതം നിങ്ങൾ കൊടുത്തിട്ട് മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനി ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കുറച്ച് പോയിന്റ്സ് ആക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. 1 സൈലൻസ്, 2 അഫർമേഷൻസ്, 3 ഇമാജിനേഷൻ, 4 വർക്കൗട്ട്, 5 റീഡിങ്, 6 ജേർണലിങ്. ഈ 6 കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് സക്സസ് കൊണ്ടുവരാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇതിനെയാണ് നമ്മൾ മിറാക്കിൾ മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.